തിരുനാൾ നമ്മുടെ ആഘോഷിക്കുകയാണ്. ഒന്ന് ഔലോലഭ തിരുനാൾ, കൂടാര തിരുനാൾ, ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ. അതൊരു തിരുനാളാണ്. മൂന്നെണ്ണം നമ്മൾ ഒന്നിച്ച് ചേർത്ത് ആഘോഷിക്കുക. തീർച്ചയായിട്ടും ഈ 3 തിരുനാളുകളുടെ അനുഗ്രഹങ്ങളാണ് ഇന്ന് സൃഷ്ടിയിൽ അയക്കപ്പെടുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നമ്മൾ ബലിയായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ നിശബ്ദനായിട്ടിരിക്കില്ല. അവിടുത്തെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ച് നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ സ്വർഗത്തിൽ നിന്നും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തൻ്റെ ഭക്തരമേൽ അവിടുന്ന് ഭക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്ക് ഈ കൂടാര തിരുനാളിലും ഇത് നമ്മുടെ എല്ലാം നമ്മുടെ ആദ്യഫലം, നമ്മുടെ വിളവുകൾ, നമ്മുടെ ദശാംശം ഇതെല്ലാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു ദിവസമാണ് വാസ്തവത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഈ തിരുനാളോട് ആഘോഷിക്കുക. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ തിരികെത്തിക്കുകയാണ്. ഈശോ പറഞ്ഞ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. യേശു ലോകത്തിൻ്റെ പ്രകാശം. മത്തായി 5:14 യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ ലോകത്തിൻ്റെ പ്രകാശം. വി ആർ കോൾഡ് ടു എൻലൈറ്റൻ ദിസ് വേൾഡ് വിത്ത് ദ ലൈറ്റ് ഓഫ് ജീസസ്. ക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് നമ്മൾ ലോകത്തെ പ്രകാശിപ്പിക്കണം. നമ്മൾ ഈ വിളക്കൂടെ കത്തിക്കുമ്പോൾ അത് വെറുതെ ഒരു ചടങ്ങല്ലത്. നമ്മുടെ ഹൃദയങ്ങളിൽ ആ പ്രകാശം കത്തണം. ദൈവമേ, അങ്ങനെയൊക്കെ നൽകിയ അഭിഷേകം അതൊരു പ്രകാശത്തിൻ്റെ അഭിഷേകമാണ്. അതിൻ്റെ ഹൃദയത്തിൽ കത്തണം, ജ്വലിക്കണം, കിട്ടുപോകേണ്ടതല്ല. ഒരുപക്ഷെ പലപ്പോഴും ഉള്ളിൽ എണ്ണ ഒഴിക്കാതെ ഒരു വിളക്ക് കരിന്തിരി കത്തുന്നത് പോലെ നമ്മളിൽ അഭിഷേകം ശക്തിയില്ല, ജീവനില്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴേ ഈ അവസ്ഥയിലായിരിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വറ്റിപ്പോയ എണ്ണ, സ്നേഹത്തിൻ്റെ എണ്ണ, അഭിഷേകത്തിൻ്റെ എണ്ണ വറ്റിപ്പോയിട്ടുണ്ട്. എൻ്റെ മേലെ വീണ്ടും അവിടുന്ന് ആ എണ്ണയെ ഊറ്റി, എൻ്റെ ഹൃദയത്തിലേക്ക് ഊറ്റി, ആ സ്നേഹത്തിൻ്റെ എണ്ണയെ ഊറ്റി, അഭിഷേകത്തെ ഊറ്റി എന്നെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു സ്ഥിരത എനിക്ക് നൽകണമേ. യേശുവിനെ സാക്ഷിയായിട്ട് ജീവിക്കാൻ എന്നെ സഹായിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞാൻ എൻ്റെ കുടുംബത്തിൽ, ഞാൻ എൻ്റെ ദേശത്ത് ഞാൻ അങ്ങയുടെ സാക്ഷിയായിരിക്കട്ടെ, അങ്ങയുടെ പ്രകാശമായിരിക്കട്ടെ. ഇരുട്ടം നിറഞ്ഞ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശമായിട്ട് ഈ ലോകത്തെ പ്രകാശിപ്പിക്കാൻ, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കർത്താവെ അങ്ങനെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഈ വിളക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കത്തിക്കുമ്പോൾ, ഓരോ തിരികൾ 7 തിരികൾ കത്തിക്കുമ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്നും 7 അനുഗ്രഹങ്ങൾ നിങ്ങൾ ചോദിക്കണം. ദൈവം 7 അനുഗ്രഹങ്ങൾ, കൃത്യമായിട്ട് 7 പ്രകാശത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതിൻ്റെ മേൽ പകരണമേ. ഞാൻ സ്വീകരിക്കുന്നു. ഇത് കത്തിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഭാഗവാക്കുകളാവുകയാണ്. നിങ്ങൾ ഹൃദയം ഇവിടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിതിൽ പങ്കുചേരുകയാണ്. ഈ പ്രകാശം ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച്, ഹൃദയത്തിൽ ആ പ്രകാശം നിറഞ്ഞ്, ആ പ്രകാശം ഒരിക്കലും കെട്ടുപോകാതെ അതൊന്ന് ഉജ്ജ്വലിക്കാൻ ഇടവരുത്തണം. ഒരു വചനം കണ്ണു തുറക്കാം. ലൂക്കാ സുവിശേഷം 8:33 വചനം പറഞ്ഞു, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റം പറ്റുന്നതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അതൊരു കീയാണ്, ഒരു താക്കോലാണത്. അതായത് യേശു പറയാണ്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. എന്നിട്ട് പറയും, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റം പറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഇതാ വാക്കിൻ്റെ അർത്ഥം. കണ്ണ് കുറ്റം പറ്റതായിരിക്കുക, കണ്ണ് പ്രകാശമുള്ളതായിരിക്കണം. കണ്ണിൽ അശുദ്ധി ഉണ്ടാകാൻ, ഒരു ദുഷിതം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിന്റെ കണ്ണ് പ്രകാശമുള്ളതാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞത്? ശരീരം മുഴുവനും പ്രകാശിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വാസ്തവത്തിൽ നമ്മൾ എന്തുമാത്രം പ്രകാശിക്കേണ്ടവരാണ്. ദൈവം എൻ്റെ ശരീരം എന്തുമാത്രം പ്രകാശിക്കേണ്ടതാണ്. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന, എനിക്ക് പ്രകാശമില്ലാത്തൊരു കാരണം എൻ്റെ കണ്ണുകളുടെ ദുരാശകളാണ്, എൻ്റെ കണ്ണുകളുടെ ആസക്തികളാണ്. ഞാൻ കാണുന്ന അനേകം കാര്യങ്ങൾ എൻ്റെ കണ്ണുകൾ ഇരുട്ട് ആക്കുകയാണ്, അന്ധമാക്കുകയാണ്. ആത്മീയ അന്ധത നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ പ്രകാശത്തെ കെടുത്തിക്കളയുകയാണ്. നമ്മൾ കാണാൻ പാടില്ലാത്ത ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കണ്ടുപോകുമ്പോൾ ഒരല്പസമയം നിങ്ങൾ മൊബൈലിലും ടി വിയിലും ഒക്കെ കണ്ണ് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, അതിലൂടെ കടന്നു വരുന്ന തിന്മയുടെ ലോകം വലിയ ശക്തിയുണ്ട്. അശുദ്ധാത്മാക്കളുടെ വലിയ ലോകമുണ്ട്, അതിലൂടെ കടന്നു വരും. അത് നമ്മുടെ കണ്ണുകളെ ആക്രമിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഒരു സിനിമ കണ്ടു, അല്ലെങ്കിൽ മൊബൈൽ കുറേ നേരം എന്തെങ്കിലും പ്രോഗ്രാം കണ്ടു, പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, നിങ്ങൾ അഭിഷേകത്തിന് ഉണരാൻ പറ്റില്ല. നിങ്ങളുടെ മേൽ നിങ്ങൾ വലിയൊരു കല്ലെടുത്ത് വെച്ചിരിക്കുക, ഒരു വലിയ ഭാരം എടുത്ത് വെച്ചിരിക്കുക.
കാരണം നിങ്ങളുടെ കണ്ണ് കണ്ട കണ്ണിലൂടെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് പോയ അശുദ്ധിയും തിന്മയും അതൊരു വൈശാഖി കെട്ടുബന്ധനം, ഒരു ഭാരം എങ്ങനെ വന്നു. നിങ്ങളുടെ അഭിഷേകം അവിടെ നിർജീവമായി പോവുകയാണ്. നമ്മളെ നശിപ്പിക്കുന്ന ലോകത്തിൻ്റെതായ അനേകം കാര്യങ്ങൾ നമ്മളതിൽ പെട്ട് കഴിയുമ്പോൾ നമ്മുടെ അഭിഷേകം നമ്മളെ ചോർന്നു പോവുകയാണ്. അനേകർ വീണ് പോവുകയാണ്. നമ്മളൊരു മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്ലഗിൽ കുത്തി അതിൽ നമ്മൾ ചാർജ് ചെയ്താൽ ഇല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ അത് കെട്ടുപോകും. അതിന് ശക്തി നഷ്ടപ്പെട്ടു, ഉപയോഗിക്കാൻ പറ്റില്ല. റീചാർജ് ചെയ്യണം. ഈ റീചാർജ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എപ്പോഴും. പലപ്പോഴും എന്ത് സംഭവിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റിൻ്റെ അടിയമ്പത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവ് ശുഷ്കമാകുന്നു, ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ എത്ര റീചാർജ് ചെയ്യാൻ ശ്രമിച്ചാലും ചാർജ് കയറില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് സ്വന്തമായ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ഈ വചനം ഇവിടെ വരണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കണ്ണുകൾ ദുഷിച്ചതാണോ? കണ്ണിലെ ആസക്തികൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലാത്ത നിങ്ങളെ അടിമപ്പെടും. നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ കാണുന്ന അതിലെ അനേക യൂട്യൂബ്, അതിലൂടെ കാണുന്ന അനേക ഇൻസ്റ്റഗ്രാം, സിനിമകൾ, അനേകം കാണുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അതുമായുള്ള വലിയ ബന്ധം, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ ബന്ധം പലർക്കും അങ്ങോട്ടാണ്. കണ്ണുകൾ ഇരുട്ടിലാണ്. അത് ആത്മാവിനെ നിർജീവമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അന്ധമായി പോയ എൻ്റെ കണ്ണുകൾ, ജീവൻ നഷ്ടപ്പെട്ടു പോയ എൻ്റെ കണ്ണുകൾ, ദൈവമേ, എൻ്റെ കണ്ണുകളുടെ ദുരാശ മൂലം, എൻ്റെ കണ്ണുകളുടെ ആസക്തി മൂലം എൻ്റെ ശരീരം ഇപ്പോൾ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. പ്രകാശം എനിക്ക് നഷ്ടമായിരിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ കർത്താവേ. നഷ്ടപ്പെട്ടു പോയ ആ പ്രകാശത്തെ തിരിച്ചു തരണമെങ്കിൽ ഞാൻ തന്നെയും എൻ്റെ ഹൃദയം തുറക്കണം. ഞാൻ തന്നെയും പശ്ചാത്തപിക്കണം. ദൈവത്തിന് മുമ്പിൽ പശ്ചാത്തപിക്കാം നമുക്ക്. കർത്താവേ, ഞാൻ ഭാവിയാണ്. ഞാൻ അങ്ങേക്കെതിരായി, എൻ്റെ അഭിഷേകത്തിനെതിരായി, എൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി, അങ്ങനെ സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. ആണ്ടവരേ, ഉമക്കെതിരാകെ, ഉമക്ക് വിരോധമാകെ ഞാൻ പാപം ചെയ്തിരിക്കണമയ്യാ. എമ്മൽ ഇറക്കം കാട്ടുമാണ്ടവരെ, എന്നോട് പാപങ്ങളെ മന്നിയുമാണ്ടവരെ. തമിഴ് വേഷം കൂടിയ മക്കൾ അവർക്ക് വേണ്ടി ജപിக்கிறோம். ആണ്ടവരോട് ഞാൻ ചൊല്ല വേണ്ടും, ഇതേം തുറന്ന് ചൊല്ല വേണ്ടും. ആണ്ടവരെ, ഞാനൊരു പാപിയാക இருக்கிறோம். ആണ്ടവരെ, எனக்கு எந்த தகுதியும் இல்லப்பா. வானத்தையும் பூமியையும் படைத்தவரே, நம்முடைய நாமத்தை அழைக்கிறோம் ஆண்டவரே. உண்மை புரியதுக்கு குருபே தாரும் ஆண்டவரே. நீரமாட்டும் ஆண்டவர் இந்த புரியதுக்கு எனக்கு இந்த உண்மையான ஆண்டவரே பெற்றுள்ளது குருபே தாரும் ஆண்டவரே. என் உள்ளத்தை தொடும் ஆண்டவரே, மனத்தை தொடும் ஆண்டவரே. நம்முடைய தூய ஆவியை மேல் ஊற்றும் ஆண்டவரே. எனக்கு விடுதலை தாரும். என்னை சுத்திகரியும் ஆண்டவரே. என்னை தூய்மைப்படுத்தும் ஆண்டவரே. என் இதயத்தை தூய்மைப்படுத்தும் அப்பா. என் குறைகளெல்லாம் மன்னியும், என் பாவங்களெல்லாம் மன்னி அப்பா. நம்ம இரக்கம் காட்டும் ஆண்டவரே. நாம் இயேசுவோடு சொல்லுவோம், நமக்காக வேண்டி கல்வாரி சிலுவையிலே உயிரை அர்ப்பணித்த ஆண்டவர் இயேசு கிறிஸ்து, நம்முடைய பாவத்துக்காக வேண்டி அவர் பரிகார பலியாக இருக்கிறோம். இறை வசனம் கூறுகிறது, அவருடைய நாமத்தில் விசுவசிக்க யாவரும், அவர் நாமத்திலே விசுவசிக்க யாவரும் அவர் நாம மூலமாக மீட்பை பெறுவார், பாவ மன்னிப்பை பெறுவார். ஆமாண்டவர், பிரியமானவர்களே, இயேசுவின் நாமத்தில் விசுவாசத்தினால் ஆண்டவரே, இயேசு நாமத்தில் விசுவாசியுங்கள், நீயும் என்னுடைய வீட்டாரும் மீட்படையவே இறை வசனம் கூறியிருக்கிறது. ஆண்டவரே, இயேசு கிறிஸ்துவில் விசுவாசியுங்கள், நீயும் என்னுடைய வீட்டாரும் மீட்படையவே. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Believe in the name of Jesus Christ of Nazareth, you and your household will be saved. വലിയൊരു വാഗ്ദാനമാണത്. വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുക, അവരുടെ പ്രവൃത്തികളെ വിശ്വസിക്കുക. 3 കാര്യങ്ങളോട് സംഭവിക്കണം. ഒന്ന്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. 2, യേശുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കുക. 3, യേശുവിൻ്റെ ചെയ്ത പ്രവൃത്തികളെ വിശ്വസിക്കുക. നീ രക്ഷ പ്രാപിക്കും. അവിടെ യേശു ക്രിസ്തു നാമത്തിലെ വിശ്വാസിയുங்கள், அவர்கள் கூறியிருக்கும் வார்த்தைகளை விசுவாசியுங்கள், அவருடைய செய்திகளை விசுவாசியுங்கள், நீங்கள் மீட்படைவார், பாவங்கள் மன்னிக்கப்படுவார். ஆண்டவரே, என் பாவங்களை மன்னி, நான் நாமத்திலே விசுவாசிக்கிறோம் இயேசுவே, எனக்காக வேண்டித்தான் நீ கல்வாரி சிலுவையிலே உடைய உயிரை அர்ப்பணித்து நான் விசுவாசிக்கிறோம் ஆண்டவரே. என் குரலெல்லாம் மன்னி, என் பாவங்களெல்லாம் மன்னியும் ஆண்டவரே. என்னை புது படைப்பாக மாற்றும் ஆண்டவரே. என் பாவங்கள் ക്ഷമിക്കണമേ കർത്താവേ, എന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ.
എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. നമ്മുടെ കേൾവത്തെ പിടിക്കാം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കണ്ടുപോയ പാപങ്ങൾ, നമുക്കുണ്ടായ ആസക്തികൾ, നമ്മൾ കിടന്ന പഴയ മനുഷ്യൻ്റെ ചെയ്തികളിൽ നമ്മളിന്ന് ചാടി വരുന്നു. പലപ്പോഴും നമ്മളിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തി വന്ന് നിറയുമ്പോൾ നിങ്ങളുള്ളിൽ കിടക്കുന്നതൊക്കെ ചാടി വരും. പഴയ മനുഷ്യ ചെയ്തിൽ ചാടി വരും. അത് നിങ്ങൾ ചെറുക്കുകയാണ് ചെയ്യുന്നത്, അടിവുപ്പെടുകയല്ല ചെയ്യേണ്ടത്. You rebuke it, you bind it, you crush the devil in your life. You fight against the devil, he will be defeated, and the Holy Spirit in you he will help you to come out of your slavery. കർത്താവ് നിന്നെ സഹായിക്കട്ടെ, അവിടുത്തെ വചനം നിന്നെ സഹായിക്കട്ടെ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, നിന്റെ പാപങ്ങൾ മന്നിക്കപ്പെടുവതാകെ, നമ്മുടെ പാപങ്ങൾ മന്നിക്കപ്പെടുവതാകെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൈകുത്തി പിടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ஆண்டவரே உம்மை ஸ்துதிக்கிறோம், இயேசுவே உம்மை ஆராதிக்கின்றோம். உமக்கு நன்றி ஆண்டவரே, உமக்கு நன்றி அப்பா. உம்மை நேசிக்கிறோம் ஆண்டவரே, உம்மை ஸ்துதிக்கிறோம் ஆண்டவரே. நீரே என்னுடைய ஆண்டவர், நீரே என்னுடைய மீட்பர், நீரே என்னுடைய கர்த்தர். ஆண்டவரே இயேசுவே உம்மை நேசிக்கிறோம். ஹல்லேலூயா, 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 ஹல்லேலூயா. പാടി ആരാധിപ്പോ എല്ലാവരും. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതിരാജന ആരാധന, ദൈവത്തിൻ പുത്രന് ആരാധന, രാജാതിരാജന് ആരാധന. ഫയർ ഓൺ യു, ദൈവത്തിൻ പുത്രന് ആരാധന. മാലാഖമാരെല്ലാം പാടിടുന്നു, വാനവ ദൂതർ ഘോഷിക്കുന്നു. മാലാഖമാരെല്ലാം പാടിടുന്നു, വാനവ ദൂതർ ഘോഷിക്കുന്നു. കൈകൊടുത്തിക്കൊണ്ട് ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, പരിശുദ്ധൻ,
ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. യേശുവേ, അവിടുത്തെ സാന്നിധ്യം എന്നെ പൂർണ്ണനാക്കുന്നു. പാട്ടിൻ്റെ അർത്ഥം അതാണ്. യേശുവേ, അവിടുത്തെ സാന്നിധ്യം എന്നെ പൂർണ്ണനാക്കുന്നു. He is here. The Lord is here. Your presence makes me whole. എന്നെ പൂർണ്ണനാക്കുന്ന സാന്നിധ്യം യേശുവേ. Yes Lord. അവിടുത്തെ സാന്നിധ്യം അത് ശക്തിയാണ്, അത് അധികാരമാണ്, അത് കരുതാണ്, അത് ബലമാണ്, അത് സൗഖ്യമാണ്, അത് വിടുതലാണ്. Receive it, receive it, receive it. Utubara salakam dalabara tuparusha lumdarubaha tullarakabura salahadu ula lamdalubahatara. Amen, glory, amen, glory, amen, glory, amen, glory, amen, glory, amen, glory. Hallelujah. Tolaba tamdaru shabura hatara tabdalakabu hamdoro otumdalura shabura. Hallelujah, hallelujah. Glory, hallelujah, glory, hallelujah, glory, hallelujah. Glory, hallelujah, glory, hallelujah. Glory, hallelujah, glory, hallelujah. എല്ലാ പാത്രങ്ങളും നിറയട്ടെ, എല്ലാ പാത്രങ്ങളും ഇറങ്ങി നിറയട്ടെ, അഭിഷേകം ഇറങ്ങി നിറയട്ടെ. Spirit in Jesus, Spirit in Jesus, Spirit in Jesus. Oh, hallelujah, hallelujah. Fill the jars, fill the jars, fill the jars, fill the jars, fill the jars. Oh, tubara sala kamdara bahadara. Glory, hallelujah. സ്തോത്രം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. Amen, glory. Amen, glory. You will receive power. And the Holy Spirit has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും,
ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ശക്തി പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കും. നിറയട്ടെ, ശക്തരാകട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ആമേൻ. അങ്ങ് പിന്നറ്റം വരെ. ആമേൻ. ഇതാ ശക്തി പ്രാപിക്കട്ടെ, അഭിഷേകം സ്വീകരിക്കട്ടെ, നിറയട്ടെ. ആമേൻ. ഗ്ലോറി, ആമേൻ. ഗ്ലോറി. അങ്ങ് പിന്നറ്റം വരെ. ആമേൻ. ഗ്ലോറി, ആമേൻ. ഗ്ലോറി. ഇതാ സഹോദരിമാർ റിസീവ്. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. കത്തിപ്പടരട്ടെ, 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 കത്തിപ്പടരട്ടെ. അഗ്നി, 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 അഗ്നി. ഓ കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. തുപ്പറാശാലാം ദലുബറഹ. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി. നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, എലിയ പ്രവാചകൻ നടന്നു പോയപ്പോൾ കർത്താവ് പറഞ്ഞു എലീശ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എലീശ തേടി പോവുകയാണ്. അപ്പോൾ എലീശ ഒരു വയലിൽ അവൻ കാളകൾ വെച്ച് നിലം ഉഴുതുകയാണ്. അവൻ 12 നിലയിലാണ് നിൽക്കുന്നത്. എലിയ കടന്നു പോയപ്പോൾ എലിയ ആ മെലങ്കിട്ട് തന്നെ മേലിട്ടു. എലി നടന്നു പോവുകയാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ലേ എന്ന മട്ടിൽ. ഉടനെ ഇവൻ ഓടി വരികയാണ്. എലീശ വരികയാണ്. എനിക്ക് വീട്ടിൽ പോയിട്ട് വരെ സമയം ചോദിക്കുക. എലിയ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ലല്ലോ, പൊയ്ക്കോളൂ, ഞാനും ഇതിൽ പോവുകയാണ്, ഞാനൊന്നും അറിയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടതെങ്കിലും മേടിച്ചോണം, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ മേടിച്ചോണം. ആമേൻ. നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. ആമേൻ. നിങ്ങൾ മേടിച്ചു കൊള്ളണം. എലീശയെ കൊടുത്തു. പക്ഷെ നിങ്ങൾ അറിവുള്ളവരാണ്, നിങ്ങൾ അറിവുള്ളവരും ബോധ്യമുള്ളവരുമാണ്. നിങ്ങൾ മനുഷ്യരെ നോക്കല്ല്, നിങ്ങൾ മറ്റുള്ളവരെ നോക്കരുത്. നിങ്ങൾ കർത്താവിനെ നോക്ക്, നിങ്ങൾ അഭിഷേകത്തെ നോക്ക്. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, വേണം മേടിച്ചു. വേണ്ടവന് കിട്ടട്ടെ. വിളക്ക് കത്തിക്കാൻ വന്ന നിങ്ങളെ കത്തിക്കുകയാണ്. വിളക്ക് കത്തിക്കാൻ വന്ന നിങ്ങളെ കത്തിക്കുകയാണ്. ആമേൻ. ആമേൻ. ഇത് അഭിഷേകമാണ്. ആമേൻ. 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 റിസീവ്. ആമേൻ. റിസീവ് ഇറ്റ്. റിസീവ് ഇറ്റ്. റിസീവ് ഇറ്റ്. റിസീവ് ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. നിറയട്ടെ, 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 നിറയട്ടെ. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. നിങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് അഭിഷേകം വരും. ഞാൻ നിറയണം, നിങ്ങളിലേക്ക് വരണമെങ്കിൽ സഹോദരിമാർക്കുള്ള റിസീവ്. ആമേൻ. ആമേൻ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. റിസീവ്. 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 ആമേൻ. റിസീവ്. 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 ആമേൻ. റിസീവ്. 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 ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അന്യഭാഷ, അന്യഭാഷ, അന്യഭാഷകൾ, അന്യഭാഷ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
Fire! Hallelujah. Hallelujah, glory, hallelujah, glory. Hallelujah, glory, hallelujah, glory. Hallelujah, glory, hallelujah. Tigata! Fire! Glory, hallelujah. എല്ലാ ആധിപത്യങ്ങളും കീഴടങ്ങട്ടെ. എല്ലാ പ്രഭുത്വങ്ങളെ ബന്ധിക്കുന്ന കീഴടങ്ങട്ടെ. എല്ലാ നാരീശക്തിയിൽ കീഴടങ്ങും. എല്ലാ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്ന കീഴടങ്ങും. എല്ലാ അടിമകളും തലമുറകളും കീഴടങ്ങും. ഈ മക്കളെ അടിമപ്പെടുത്തിയ ഇവരെ കീഴ്പ്പെടുത്തിയ ശക്തികളെല്ലാം കീഴടങ്ങ. കമാൻഡ് ഓട്ട് കമോണ്ടാണ്ട് ഉസ്സാറാണ്ട് എല്ലാ തീശക്തിയിലും യേശുവിൻ നാമത്തിൽ വിട്ട് ഔട്ട്. കർത്താവിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരട്ടെ. ഇരട്ടി ശക്തി ഇന്ന് ഈ 3 തിരുനാളോട് ആഘോഷിക്കുമ്പോൾ ഇരട്ടി ശക്തി, ഇരട്ടി ശക്തി, ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം, ഇരട്ടി ശക്തി. Spirit in Jesus, Spirit in Jesus, Spirit in Jesus. Hallelujah, 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 hallelujah. Hallelujah. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. റൂഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? കാറ്റ്. ഈശോ പറഞ്ഞു കാറ്റ് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നു അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിച്ച ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂഹ എന്ന കാറ്റ് വരുമ്പോൾ നമ്മൾ കണ്ടിട്ട് ആൾക്കാർ കറങ്ങുന്ന കണ്ടിട്ടുണ്ട്. ചുള്ളിക്കാറ്റാണത്. എലിയയെ എടുത്തത് ചുള്ളിക്കാരാണ് എടുത്തത്. അതിവിടെ പലപ്പോഴും ഉണ്ട്. ആൾക്കാരെ കറക്കും. ഞാൻ വിളിക്കുകയാണ്, റൂഹയെ വിളിക്കുകയാണ്. റൂഹ, റൂഹ, റൂഹ. Hallelujah, glory. സ്തോത്രം. One more anointing. ഒരു അഭിഷേകം കൂടി ഉണ്ട്. Glory. Get ready. യേശുവിന്റെ അപ്പോസ്തലന്മാർ ഊതിക്കൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. Receive the Holy Spirit. Amen. 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 Glory. Amen. Glory. Amen. Glory. കണ്ണു തുറക്കണം. Amen. Glory. സഹോദരിമാർ, അവരുടെ ജീവശ്വാസം ഓരോരുത്തരുടെ ആത്മാവിൽ കത്തി ഇറങ്ങട്ടെ, കത്തിപ്പെടരട്ടെ.
തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സ്തോത്രം, മഹത്വം. ഇരു കരങ്ങൾ ശിരസിൽ വയ്ക്കുക. ഇരു കൈകളും ശിരസിൽ, രണ്ട് കൈകളും തലയിൽ വെച്ചിരുക. May the Lord fill you with His power, with His authority to crush the head of the devil. Be filled with the power of the Holy Spirit. Be filled, be filled, be filled, be filled, and be filled. നിറയട്ടെ, 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 നിറയട്ടെ. എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ, എല്ലാ ശരീരവും നിറയട്ടെ, ഒരു ആത്മാവ് ഉണരട്ടെ. റൈസ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം. ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ. ശരീരം മുഴുവൻ നിറയട്ടെ, തലമുള്ള കാല് വരെ. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നമ്മുടെ ഉടൽ തുയാവിനുടെ ആലയം. Your body is the temple of the Holy Spirit. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പറ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ബോധപൂർവം ഏറ്റുപറ, ഏറ്റുപറ. പരിശുദ്ധാത്മാവിന്റെ ആലയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. ഇവിടെ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. പറ, പരിശുദ്ധാത്മാവിന്റെ ആലയത്തിൽ പരിശുദ്ധാത്മാവ് മാത്രം വസിച്ചാലും മതി. അവിടെ മറ്റാർക്കും ഇടമില്ല. എല്ലാ തിന്മയുടെ ശക്തികളും എന്നെ വിട്ടുപോകട്ടെ, എന്നെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ വീണ്ടും സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ചു, കൈൽക്കുട്ടിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ, കൈൽക്കുട്ടിക്കൊണ്ട്, കൈലടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. റുഹാ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിക്കുക. കർത്താവിന്റെ അഭിഷേകത്തിലേക്ക് വീണ്ടും വരട്ടെ, വലതുകരത്തിലേക്ക് വരട്ടെ. നിന്നെ സുഖപ്പെടുത്താനുള്ള ശക്തി, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേക രോഗികളെ സുഖപ്പെടുത്തി. അവിടെ യേശുവിൽ നിന്നും പുറപ്പെട്ട ശക്തി நிறைய மக்களை குணப்படுத்தி இருக்கிறது. ஆண்டவர் உம்முடைய வல்லமை ஏன் மேல அனுப்பும் சொல்லுவோம். எனக்கு அந்த வல்லமை தாருவோம் சொல்லுவோம். உம்முடைய உடலில் இருக்க நோய்கள் எல்லாம் விட்டு விடுவதாக. அந்த உடல் நோய்களும் இயேசுவின் நாமத்திலே விட்டு விட்டுவதாக. Every sickness in your body, leave the body right now. വിട്ടുമാറട്ടെ. കർത്താവിന്റെ അഭിഷേകം നിന്റെ വലതുകരത്തിലേക്ക് ഇറങ്ങി വരട്ടെ, നിറയട്ടെ. നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ സുഖപ്പെടുത്താൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് കീറി മുറിക്കപ്പെട്ടപ്പോൾ അവിടെ ശരീരമാസകലം നുറുക്കപ്പെട്ടു. അവിടുന്ന് വേദന സഹിച്ചു.
ആ ശരീരമെല്ലാം കീറി മുറിക്കപ്പെട്ടു. ആ മുറിവുകൾ ഓരോന്നും രോഗങ്ങളെ തകർക്കാൻ മതിയായതാണ്. യേശു എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടത് കൊണ്ട്, അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അവന് മുറിവിനാൽ നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമാക്കപ്പെടുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. യു ആർ ഹീൽഡ് ബൈ ദ വൂണ്ട്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ തടുമ്പുകളാൽ നീ ഗുണമാക്കപ്പെട്ടിരിக்கிறோம். നീ ഗുണമാക്കപ്പെട്ടിരിக்கிறோம். അവരുടെ കായങ്ങളാൽ നീ ഗുണമാക്കപ്പെട്ടിരിக்கிறோம். എല്ലാ ഉടൽ നോയ്കളും എന്നെ വിട്ടു വിടുവதாக. കർത്താവ് ഈശോ കുരിശിൽ അതിനെല്ലാം തകർത്തതാണ്. എല്ലാ രോഗങ്ങളും യേശു തകർത്തതാണ്. നീ ഇത് അറിയണം, നീ ഇത് വിശ്വസിക്കണം. 2000 വർഷം മുമ്പ് യേശു കുരിശിൽ മരിച്ചപ്പോൾ അവിടുന്ന് എല്ലാ രോഗങ്ങളെയും ആ കുരിശിലൂടെ തകർത്തവനാണ്. അവിടുന്ന് സഹിച്ച ഓരോ മുറിവുകളുടെ വേദന കൊണ്ട് അവിടുന്ന് തകർത്തത് രോഗങ്ങളെയാണ് തകർത്തത്. എന്നെ മേൽ ഒരു രോഗത്തിന് ഇടമില്ല, എന്നെ മേൽ അതിന് ഇടമില്ല. വിട്ടുപോ, വിട്ടുപോ, വിട്ടുമാറ്. ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ, ഞാൻ സ്വതന്ത്രനാകട്ടെ, ഞാൻ സ്വതന്ത്രയാകട്ടെ, എനിക്ക് ജീവൻ ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം. നിങ്ങളുടെ വലതുകരം ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് വയ്ക്കുക, കണ്ണടയ്ക്കുക. നിങ്ങളുടെ വലതു കൈ உங்கள் உடலில் எங்கே நோய் இருக்குமோ அந்த இடத்துல வைக்க வேண்டும். கண்களை மூடி மறுபடியும் சொல்கிறேன், உங்களோட வலது கை உங்கள் உடலில் நோயில் இடத்துல வைக்க வேண்டும். Be free and be healed. நீ குணமாக்கப்பட்டிருக்கணும், நீ குணமாக்கப்பட்டிருக்கிறேன். യേശുവിൻ തടുമ്പുകളാൽ നീ ഗുണമാക്കപ്പെട്ടിരിக்கிறேன். എല്ലാ ദേശത്തിൽ എന്നെ വിട്ടു വിടുവதாக, എല്ലാ നോയിലും എന്നെ വിട്ടു വിടുവதாக, എല്ലാ ഉടനെ നോയിൽ എന്നെ വിട്ടു വിടുവதாக, എല്ലാ മനോ കഷ്ടങ്ങളിൽ എന്നെ വിട്ടു വിടുവதாக. ഒരു ശരീരത്തെ വിട്ടു പോകട്ടെ, ശരീരത്തെ വ്യാധികൾ വിട്ടുമാറ്. കർത്താവ് ഈശോ നിന്നെ തകർത്തതാണ്, തകർത്തതാണ് നിന്നെ. നീ എന്തിനവിടെ വിട്ടുപോ? അതിനോട് ഇടമല്ല. നാട്ടിലെ കശേരികളെ വിട്ടുപോ, മാംസപേശികളെ വിട്ടുപോ, അസ്ഥികളെ സന്നിബന്ധങ്ങളെ വിട്ടുപോ, തലയോട്ടിയും തലച്ചോറിലെ കോശങ്ങളെ വിട്ടു മാറട്ടെ, നാടിഞ്ഞരമ്പുകളെ വിട്ടുമാറ്, കണ്ണുകളെ വിട്ടുമാറ്, കാതുകളെ വിട്ടുമാറ്, നാവിലെ അധരങ്ങളെ വിട്ടുമാറ്, വിട്ടുമാറട്ടെ, ഗുണമാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ, ആമേൻ. നിന്റെ ശ്വാസകോശങ്ങൾ, നിന്റെ ഹൃദയപേശികൾ സ്വതന്ത്രമാകട്ടെ. നിന്റെ ആമാശയം, ഗർഭാശയം, കിഡ്നികൾ, ലിവർ, ജനേന്ദ്രിയങ്ങൾ, ശരീരത്തിൽ ഓരോ കോശം, ഓരോ അവയവങ്ങൾ സ്വതന്ത്രമാകട്ടെ. എല്ലാ ഗ്രന്ഥികളും സ്വതന്ത്രമാകട്ടെ. ഇടുപ്പല്ലുകൾ, ഷോൾഡറുകൾ, കൈകൾ, കണങ്കൈകൾ, കൈമുട്ടുകൾ, കണങ്കൈകൾ, കൈപ്പത്തികൾ, കൈവിരലുകൾ സ്വതന്ത്രമാകട്ടെ. നിന്റെ പെടലി, കഴുത്ത് സ്വതന്ത്രമാകട്ടെ. പെടലി വേദന വിട്ടുപോകട്ടെ. നട്ടിലെ എല്ലാ കശേരുകളും സ്വതന്ത്രമാകട്ടെ. അവിടെ ജീവൻ നിറയട്ടെ. ഓരോ ഡിസ്കുകളും സ്വതന്ത്രമാകട്ടെ, ഗുണമാകട്ടും. ഉടൽ പൂർണ്ണമാക്കി ഗുണമാകട്ടും യേശുവിൻ നാമത്തിനാലെ. അവിടെ യേശുവിൻ നാമത്തിനാലെ ഗുണമാകട്ടും, ഗുണമടയട്ടും. കാൽത്തുടകള്, കാൽമുട്ടുകള്, കണങ്കാലുകള്, കാൽപാദങ്ങൾ, കൽവിരലുകൾ സുഖമാകട്ടെ. എല്ലാ കെട്ടും വഴിഞ്ഞു പോകട്ടെ. വിടുതലുണ്ടാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. വെരിക്കോസ് വിട്ടുപോകട്ടെ. എല്ലാ കാലിൽ മുട്ടുവേദന വിട്ടുമാറട്ടെ. അമ്മേൻ, വിട്ടുമാറും. അടിമകളും തലമുറകളെല്ലാം വിട്ടുമാറും. യേശു തന്നെ തകർത്തതാണ് പിശാചി, യേശു തന്നെ തകർത്തതാണ്. അടിമകളെ കീഴടങ്ങ, പാരമ്പര്യ രോഗങ്ങളെ കീഴടങ്ങ, വിട്ടുമാറ്, ഔട്ട്, വിട്ടുമാറട്ടെ. തന്നെ ശ്രദ്ധിക്കട്ടെ. കൈയാട് വെച്ച് താൻ ശ്രദ്ധിക്കുക. കൈയാട് വെച്ചുകൊണ്ട് Hallelujah, glory, hallelujah, glory, hallelujah, glory, hallelujah, glory, hallelujah, glory. സ്തോത്രമാകത്തും ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുക, 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 സ്തുതിക്കുക. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. എതിർക്കേണം, നാം എതിർക്കേണം
സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും, ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ ശക്തികളെ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ ശക്തികളെ, യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. യേശുവിൻ നാമത്തിനാൽ, യേശുവിൻ നാമത്തിനാൽ, യേശുവിൻ നാമത്തിനാൽ. കരങ്ങളെ മുകളിലേക്ക് കുടയുക, നന്നായിട്ട് കുടയുക. കാലുകൾ കുടയുക, മുട്ടുമടക്കി കുടയുക. നിങ്ങൾക്ക് വന്ന അഭിഷേകം നിങ്ങളുടെ രക്തത്തുള്ളികളിലൂടെ, നാഡീജരമ്പുകളിലൂടെ, മാംസപേശികളിലൂടെ, അസ്ഥികളിലൂടെ, സന്ധിബന്ധങ്ങളിലൂടെ ഒഴുകട്ടെ. ശരീരമാസകലം ജീവൻ നിറയട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. നിങ്ങളുടെ കഴുത്ത് നിങ്ങൾ മുകളിലേക്ക് നോക്കണം. നന്നായിട്ട് മുകളിലേക്ക് നോക്കി മാക്സിമം തല നന്നായിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുക. നടുവ് നിവരട്ടെ. മുമ്പോട്ട് കുനിഞ്ഞ് താടിയല് ചെസ്റ്റിൽ തട്ടതൊക്കെ വേണം കുനിയുക. വീണ്ടും പുറകോട്ട് ആ നടുവ് കഴുത്തിലുള്ള കെട്ടെല്ലാം അഴിഞ്ഞു പോകട്ടെ. അപ്പിടയിലുള്ള നീരും വേദനയൊക്കെ മാറിപ്പോകട്ടെ, കെട്ടഴിഞ്ഞു പോകട്ടെ. ആമേൻ. തലയിലെ നാഡീചരമ്പുകൾ സ്വതന്ത്രമാകട്ടെ, തലച്ചോറിലെ കോശങ്ങൾ സ്വതന്ത്രമാകട്ടെ, തലയോട്ടി സ്വതന്ത്രമാകട്ടെ, കണ്ണുകൾ സ്വതന്ത്രമാകട്ടെ, കാതുകൾ സ്വതന്ത്രമാകട്ടെ, താടിയലുകൾ സ്വതന്ത്രമാകട്ടെ, പല്ലുകൾ സ്വതന്ത്രമാകട്ടെ, നവമധുരങ്ങൾ സ്വതന്ത്രമാകട്ടെ. എല്ലാം ജീവൻ നിറയട്ടെ. ഇവിടെയെല്ലാം ജീവൻ നിറയട്ടെ, ജീവൻ നിറയട്ടെ. സ്ട്രെയിറ്റ് നേരെ നിന്നിട്ട് സൈഡിലേക്ക് തിരിയുക, ബോഡി മാത്രം തിരിക്കുക വശങ്ങളിലേക്ക്. നന്നായിട്ട് ബോഡി മൂവ് ചെയ്യുക. നട്ടിലുള്ള ഡിസ്കിലുള്ള കട്ട കഴിഞ്ഞു പോകട്ടെ. ആമേൻ. എല്ലാ ബന്ധനും അഴിഞ്ഞു പോകട്ടെ. ബി ഫ്രീ. സ്വതന്ത്രമാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലായിടത്തും കർത്താവിൻ്റെ അഭിഷേകം നിറഞ്ഞ് ജീവൻ പ്രാപിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട് ശ്വാസം എടുത്ത് വായടച്ച് മൂക്കിലൂടെ നാട് ജീവൻ്റെ ശ്വാസം പരിശുദ്ധാത്മാ ശക്തിൻ്റെ ശ്വാസകോശങ്ങളിൽ പ്രവേശിച്ച് നിൻ്റെ തൊണ്ട, നിൻ്റെ ശ്വാസകോശങ്ങൾ, നിൻ്റെ ഹൃദയം എല്ലാം സ്വതന്ത്രമാകട്ടെ. നിൻ്റെ ആത്മാവിന് ജീവൻ ലഭിക്കട്ടെ. നിൻ്റെ ഹൃദയം സ്വതന്ത്രമാകട്ടെ.
ഇവിടെല്ലാം ജീവൻ നിറയട്ടെ, ജീവൻ നിറയട്ടെ. നിൻ്റെ ഹൃദയപേശികൾ സ്വതന്ത്രമാകട്ടെ. ഹൃദയപേശികളിലുള്ള എല്ലാ തിന്മയും വിട്ടുപോകട്ടെ. ആമാശയം, കുടലുകൾ, ഗർഭാശയം എല്ലാം കർത്താശക്തി ഇറങ്ങിച്ചെല്ലട്ടെ. അവിടെയെല്ലാം കടിച്ചു കിടക്കുന്ന ശത്രുക്കൾ വിട്ടുപോ. നിനക്ക് ഇടമില്ല പിശാച്, നിനക്ക് ഇടമില്ല. വിട്ടുമാറ. ഈ രോഗത്തിൽ മരിച്ചുപോയ, നിന്നെ പിടിയ രോഗത്തിൽ മരിച്ചുപോയതിൻ്റെ തലമുറയിൽ ഞാൻ ബന്ധിക്കുന്നു. വിട്ടുമാറ്. ഇതെല്ലാം കീഴടങ്ങട്ടെ. പുകവലിക്കാരായിട്ട് ജീവിച്ച് മരിച്ചുപോയ തലമുറകൾ, പുകവലിയിൽ അടിമപ്പെട്ട് ജീവിച്ച് മരിച്ചുപോയ പിതാക്കന്മാർ, അവരുടെ സ്വാധീനങ്ങൾ ക്യാൻസറായിട്ട് ശരീരത്തിൽ വന്നിട്ടുള്ളത്, പ്രകടമായതും പ്രകടമാകാത്തതും എല്ലാം പിടിതെറിയുന്നു. അടിമകളെ ബന്ധിക്കുന്നു. വിട്ടുമാറട്ടെ. ആ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി. മദ്യപാനമായിട്ട് ജീവിച്ച മരിച്ച തലമുറകൾ, പിതാക്കന്മാർ, മദ്യപാനത്തിൽ എറിഞ്ഞു പോണ ആത്മാക്കൾ, കെട്ടപാപത്തിലെ വാഴ്ന്നെറിഞ്ഞു പോണ ആത്മാക്കൾ, അവരെല്ലാം യേശുവിൻ നാമത്തിൽ കെട്ടിച്ചെപിக்கிறோം. തൽക്കൊല പണിയവങ്ങളെ കെട്ടിച്ചെപിக்கிறோം യേശുവിൻ നാമത്തിൽ. കരുവഴിക്കപ്പെട്ട കുളനകളെ കെട്ടിച്ചെപിக்கிறோം യേശുവിൻ്റെ നാമത്തിൽ. അവരെല്ലാം കീഴ്പ്പടിയാകട്ടെ. ഉயிருള്ള മക്കൾ മേൽ ഇവർക്ക് കൂടി അവരുടെ എല്ലാ ബന്ധനങ്ങളും അവർ വിടുവതാകെ കീഴ്പ്പടിയാകട്ടും യേശുവിൻ നാമത്തിനാലേ. അമേൻ, അമേൻ. എല്ലാവരും കീഴടങ്ങട്ടെ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. അബോർഷൻ മരിച്ച കുഞ്ഞുങ്ങൾ, മിസ്കാരേജ്, ചെറുപ്പത്തിൽ മരിച്ചുപോയ, സ്നാനപ്പെടാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, ആത്മാക്കളൊക്കെ ബന്ധിച്ച് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തവരെല്ലാം വീണ്ടെടുക്കട്ടെ. ആത്മഹത്യയിൽ മരിച്ചവരെ ബന്ധിക്കുന്നു. ഓരോ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. എല്ലാ ആത്മാക്കളെയും താൻ കൊടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഇന്ന ദിവസം അനേകം ആത്മാക്കൾ രക്ഷ പ്രാപിക്കേണ്ടവരാണ്. യേശുവിൻ്റെ കുരിശിൽ ബലിയുടെ യോഗ്യതയാൽ അവർക്കെല്ലാം പാപമോചനം ലഭിക്കട്ടെ. അവർക്കെല്ലാം രക്ഷപ്പെടുത്തൽ ലഭിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി അങ്ങേക്കും, മഹത്വം, നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 hallelujah, hallelujah, glory, 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 hallelujah, glory, glory, hallelujah, hallelujah, glory, 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 hallelujah. Praise you, Jesus. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Jesus. Love you, Jesus. Hallelujah, hallelujah, hallelujah.
ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഭിഷേകം തിരുമേലെ നിറഞ്ഞ് നിറയട്ടെ. ഉന്നതത്തിൽ നിന്നും നയിക്കപ്പെട്ട അഭിഷേകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ അഭിഷേകം എനിക്ക് ഒഴുകിയിറങ്ങി നിറയട്ടെ, 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 നിറയട്ടെ. രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കുക. കരങ്ങളിലേക്ക് ഈ അഭിഷേകം ഒരു സുഗന്ധ തൈലമായിട്ട് ഒഴുകി വരട്ടെ. കരങ്ങളൊരു സുഗന്ധ തൈലമായിട്ട് ഒഴുകി ഇറങ്ങി അങ്ങനെ മേൽ പകരപ്പെടുമാറാകട്ടെ. അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് ശിരസിലൂടെ കൈകൾ ഓടിച്ച് നിങ്ങൾ തലയിൽ തൈലം തേച്ചാൽ എണ്ണ തേച്ചാൽ എങ്ങനെ ശിരസിലൂടെ കൈവെക്കുന്നതുപോലെ പതിയെ തല മുഴുവനും തഴുകി അതവിടെ എല്ലാം തേച്ച് പിടിപ്പിക്കുക. From top to bottom. Oil of anointment. അഭിഷേകത്തിൻ്റെ തൈലം. Glory. അഭിഷേകത്തിൻ്റെ തൈലം. Amen. From top to bottom. Glory Abba. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കരങ്ങൾ അടിച്ചപ്പോൾ നന്ദി പറയാം. ഹല്ലേലൂയ. നിങ്ങൾ നിറഞ്ഞോ? നിറഞ്ഞോ? സ്തോത്രം. നിങ്ങളുടെ ശരീരം സുഖം അറിഞ്ഞോ? ശരീരത്തിലുള്ള രോഗങ്ങൾ വിട്ടുമാറി. ഇപ്പം എനിക്ക് സൗഖ്യമുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നതാണ്, രോഗങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ആ രോഗം എന്നെ വിട്ടുമാറി, ഞാൻ സുഖം അനുഭവിക്കുന്നു. കൈർത്തി പിടിക്കാം. പരിശോധിച്ച് നോക്കുക. പരിശോധിച്ച് നോക്കിയിട്ട് ശ്വാസം എടുക്കാൻ പറ്റില്ലായിരുന്നു, ശ്വാസം എടുത്ത് നോക്കുക. കാൽമുട്ടുകൾക്ക് മുറുക്കാൻ പറ്റാത്തവരെ, കുനിയാൻ പറ്റാത്തവരെ ചെയ്ത് നോക്കണം. ഒറ്റ നിമിഷമാണ്, ഒരു നിമിഷത്തിൽ നിങ്ങളെ സാക്ഷ്യങ്ങൾ പുറത്തു വരണം. കൈകുർത്തിപ്പോണ്ട് സൂപ്പർ കൈകുർത്തി പിടിക്കുക. എനിക്ക് സുഖം കിട്ടി, കൈകുർത്തി പിടിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ പേർ കയ്യിൽ ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ മധ്യാഹ്ന സമയത്ത് സമയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയണം. 3 നിമിഷം കയ്യിലടിച്ച് വിശുക്ക് നന്ദി പറയും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഹൃദയങ്ങളൊക്കെ ആ പ്രകാശം നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രകാശിതരാണോ? ഇപ്പോൾ നിങ്ങൾ പ്രകാശിതരായോ? അതുകൊണ്ട് നിങ്ങൾ പ്രകാശത്തിൽ വിളക്ക് കത്തിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ടാണ്. ഹൃദയത്തിൽ നിന്ന് പ്രകാശമാണ് ഇനി നമ്മളിൽ പ്രകടമാകേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. നിൻ പ്രകാശത്തെ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തെ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ.
മാറ്റണേ നിൽ പ്രകാശത്തെ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ സുന്ദരമാക്കി തീർക്കണേ പാവനാത്മാവേ നീ വരേണമേ മനസ്സമണി കോവിലിൽ നായകാഞ്ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു സ്നേഹസംഗീതം പാടുന്നു.